നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തുല്യത 10ാം തരം കോഴ്സിലേക്കും +1 +2 കോഴ്സിലേക്കും ഈ വർഷം 2024 വർഷത്തിൽ അപേക്ഷിക്കാനായിട്ടുണ്ടോ അതോ അപേക്ഷ കൊടുക്കൽ കഴിഞ്ഞോ? ഒന്നിനെ പറ്റി ഒരു വിവരവും ഇല്ല. നാട്ടുകാരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. +1 +2 കൂടുതൽ പേരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് പ്രീ ഡിഗ്രി അതുപോലെ തന്നെ +1 +2 +1 കംപ്ലീറ്റ് ചെയ്തു, പ്രീ ഡിഗ്രി തോറ്റു, അതുപോലെ 10ാം ക്ലാസ് മാത്രം ജയിച്ചു, അതോടുകൂടി കല്യാണം കഴിച്ചു. ഇങ്ങനെയൊക്കെ കുറേ ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ചുരുക്കം ചില ആളുകൾ 10ാം ക്ലാസ് കിട്ടിയിട്ടില്ല, 10ാം ക്ലാസ് പാസ്സായിട്ടില്ല, 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, 9 വരെ പഠിച്ചിട്ടുണ്ട്, 10 വരെ പോയിട്ടുണ്ട്, പക്ഷേ പരീക്ഷ എഴുതിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വേറെ ചില ആളുകളുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ആര് വിളിച്ചാലും ഞാൻ ഒരൊറ്റ കാര്യമേ പറയാറുള്ളൂ, നിങ്ങളെല്ലാവരും തുല്യതാ കോഴ്സിന് ചേർന്ന് പഠിക്കണം. പിന്നെ പലരും വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ ആ 6 മാസത്തെ കോഴ്സിനെ പറ്റിയുള്ള വീഡിയോ ചെയ്ത ആളല്ലേ, അതിൽ 6 മാസത്തെ കോഴ്സ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ഞാൻ ആ സമയത്ത് ഇങ്ങനെ മേലെ കന്തം വിട്ടിരുന്ന് നോക്കും. 6 മാസത്തെ കോഴ്സിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ഇത്രയും കാലമായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ല. 2 ചാനലുണ്ട്, 2 ചാനലിലും ചെയ്തിട്ടില്ല. അപ്പോൾ ആളുകൾ ഇത് എവിടുന്നോ തപ്പിപ്പിടിച്ച് എൻ്റെ നമ്പറും കിട്ടി അങ്ങനെ വിളിക്കുന്നതാണ്. അപ്പോൾ ഒരു വിളിക്ക് 2 കാര്യങ്ങൾ നടത്താം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് പറയട്ടെ, 6 മാസത്തെ കോഴ്സിനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. എന്നോട് ആ വക കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യരുത്. ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, അതായത് എനിക്ക് അറിയില്ല എന്നേ പറയാറുള്ളൂ. കൂടുതൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പലരും ചോദിക്കുന്നത് വാല്യൂ ഉണ്ടോ എന്നുള്ള, അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. വാല്യൂവിനെ പറ്റിയിട്ട് ചില ആളുകൾ അത് ചെയ്തിട്ട് PSC പോലുള്ള സ്ഥാപനങ്ങളുടെ വെരിഫിക്കേഷൻ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് അവിടുന്ന് എണീറ്റ് തിരിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ കുറേ ആളുകൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ആളുകളോട് പറയാറുണ്ട്. 6 മാസത്തെ കോഴ്സ് ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, ഈ വർഷം 2024-25 തുല്യത കേരള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷരതാ മിഷൻ്റെ കീഴിലുള്ള തുല്യതാ കോഴ്സിന് ഇപ്പോൾ അപേക്ഷ കൊടുക്കാം. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇന്ന് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റിലാണോ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്? എന്തൊരു മനുഷ്യനാണെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഈ വിവരം മുമ്പേ വന്നിട്ടുണ്ട്. പക്ഷേ ഒരാൾക്കും ഈ വർഷത്തെ അഡ്മിഷൻ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കുറേ ആളുകൾ പറയുന്നത്. കോർഡിനേറ്റർമാർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ അതിന് അഡ്മിഷനൊന്നും എടുക്കുന്നില്ല, ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങൾ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൊരു തീരുമാനം ഉണ്ടാവാതെ ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ പറയുന്നു. അതാരൊക്കെയാണ് എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നില്ല. ഓക്കെ, അതായത് അവരുടെ പേരൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്നുണ്ട്. അതായത് ഈ കോർഡിനേറ്റർമാരുടെ അല്ലെങ്കിൽ പ്രേരകന്മാരുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ അവരുടെ ശമ്പളം, അവരുടെ ജോലി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തോ ഒരു അനാസ്ഥ നിലനിൽക്കുന്നു. അവർക്കും അവരുടെ ന്യായമായ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിനെതിരെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ സമരം ചെയ്യുന്നു. പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബഹിഷ്കരണം നടത്തുന്നു. അപ്പോൾ ഈ നാട്ടുകാരായുള്ള ആളുകൾ താല്പര്യമെടുത്ത് ആറ്റുനോറ്റ് കാത്തിരുന്നിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ അത് ചെയ്യണോ, ചേരണോ എന്നതിനെ സംബന്ധിച്ച് ആശങ്കപ്പെട്ട് മേലേക്ക് നോക്കിക്കുന്ന ആൾക്കാർ, ഒന്നും അറിയാത്ത ആൾക്കാർ, അവർക്കൊക്കെ നമ്മളൊരു വിവരം കൊടുക്കണ്ടേ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു ഓൾറെഡി, മാർച്ച് 30 ലാസ്റ്റ് ഡേറ്റ്. 2024 ഈ 10ാം തരം അല്ലെങ്കിൽ SSLC തുല്യതയ്ക്കും +1 അഡ്മിഷൻ എടുക്കുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 30. അപ്പോൾ ഈ മാർച്ച് 30 ഇനിയിപ്പോൾ ശേഷം പറ്റില്ലേ? പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഫൈനൊക്കെ വെച്ചിട്ടാണ് ഫീസ് ഈടാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ കോർഡിനേറ്റേഴ്സൊന്നും ഈ ഫീസും കാര്യങ്ങളും ആളുകളെ ചേർക്കലും ഒന്നും ഏറ്റെടുക്കാത്തത് കൊണ്ട്, അപ്പോൾ അത് എന്തായാലും സാക്ഷരതാ മിഷനും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുമായി ബന്ധപ്പെട്ട അധികാരികളും ഈ ഡേറ്റൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് തന്നെയാണ്, ഫൈനില്ലാതെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ,
അതായത് പഠിതാക്കളായിട്ട് വരാൻ താല്പര്യം കാണിക്കുന്ന വ്യക്തികളെ നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ ചേരാൻ ഏത് കോഴ്സിലേക്കാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം മനസ്സിൽ ഉണ്ടായിക്കോട്ടെ. നിങ്ങൾക്ക് ഈ വർഷം തന്നെ ചേർന്ന് പഠിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓരോ നാട്ടിലെയും ഓരോ ജില്ലയിലെയും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലുള്ള സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർമാരെ കാണുക, അല്ലെങ്കിൽ പ്രേരകുമാരെ കാണുക. 2 കൂട്ടരും ഒന്ന് തന്നെയാണ്. കോർഡിനേറ്റർ അല്ലെങ്കിൽ പ്രേരക്, സാക്ഷരതാ മിഷൻ പ്രേരക് അല്ലെങ്കിൽ കോർഡിനേറ്റർ. അവരുടെ തുടർ വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങളുണ്ടാകും. അവിടെ നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം. അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടോ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടോ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടോ ആണ് സ്ഥാപനങ്ങൾ ഉണ്ടാവുക. ഇനി അവിടെ ഇല്ലെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം ആളുകൾ ഉണ്ടാവുക അതാത് ജില്ലകളിലെ ബ്ലോക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കും. ഈ 2 സ്ഥലങ്ങളിൽ ഇവരെ നിങ്ങൾ അന്വേഷിക്കുക. ഈ കോർഡിനേറ്റർമാരെ അന്വേഷിക്കുക. കോർഡിനേറ്റർമാരെ അന്വേഷിച്ച് അവരോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. നിങ്ങൾ ഇന്ന സ്ഥലത്തുള്ള ആളാണ്, അത് ഞാൻ ഈ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്തൊക്കെയാണ് ഇതിന് തരേണ്ടത്, എന്താണ് അതിൻ്റെ ഫോർമാലിറ്റീസ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. അവിടുന്ന് നിങ്ങൾക്കൊരു പ്രതിവിധി കിട്ടുന്നില്ലെങ്കിൽ അവസാനം നിങ്ങൾ പോവേണ്ടത് അതാത് ജില്ലാ സാക്ഷരതാ മിഷൻ കേന്ദ്രത്തിലേക്കാണ്. സാക്ഷരതാ മിഷൻ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായിട്ടാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഫോൺ ചെയ്ത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരിട്ട് പോവാം. നിങ്ങൾ ഏത് ജില്ലക്കാരാണോ ആ ജില്ലയുടെ ആസ്ഥാനത്ത്, ജില്ലാ ആസ്ഥാനങ്ങളിൽ, അതായത് കലക്ട്രേറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സ്ഥലം, സിവിൽ സ്റ്റേഷൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ പോവുക. വർക്കിംഗ് ഡേയ്സിൽ പോവുക. സാറ്റർഡേ സൺഡേ പോവരുത്, മറ്റുള്ള ദിവസങ്ങളിൽ പോവുക. അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അവർ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഡയറക്ഷനും തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി സമയം വൈകി എന്ന് വിചാരിച്ച് നിങ്ങൾ ബേജാറാവേണ്ട, വെപ്രാളം കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഉള്ള ദിവസങ്ങളിലൊക്കെ പോയി ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി 2 വർഷത്തെ കോഴ്സാണ്, പ്രത്യേകം പറയട്ടെ, 6 മാസമല്ല. +1 +2 2 വർഷ കോഴ്സാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന അതുപോലുള്ള സർട്ടിഫിക്കറ്റാണ്. ഇവിടുന്ന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ വക്കീലാവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേരളത്തിലോ പുറത്തോ ഏത് കോഴ്സ് വേണമെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ 100% ജെന്യുവിനാണ്, ഗ്യാരണ്ടീഡാണ്, എന്ത് വാല്യൂ ഉണ്ട് എന്നുള്ളത്. ഇത് വെറുതെ ഏതെങ്കിലും ഏജൻസി മുഖാന്തരം പറയുന്നതല്ല. ഞാനിതിൻ്റെ ആരുമല്ല, ഞാനൊരു അധ്യാപകനാണ്. ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുണ്ട്. അത് വെച്ച ആളുകൾ ഉയർന്ന മേഖലകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. വക്കീലായിട്ട് പല കോടതികളിലും ഈ കോഴ്സിലൂടെ +2 കഴിഞ്ഞ് വക്കീൽ ഉപ്പായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ജോലിയിൽ പ്രൊമോഷന് വേണ്ടി ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചവരുണ്ട്. അപ്പോൾ എന്തായാലും വാല്യൂ ഉള്ളതാണ്, 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ വിശ്വസിക്കുക. ഈ കാര്യം നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ഗ്രൂപ്പുകളിലും ഇതൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും എത്തട്ടെ. പഠിക്കാൻ ആഗ്രഹിച്ച് ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും, ഒന്നും അറിയാതെ ഇങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും. അവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെല്ലൊന്ന് അമർത്തി വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.